എങ്ങനെ അതിൻ്റെ ഒരു മീൻ ഓഫ് മീൻസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അത് വെച്ചിട്ട് നമുക്ക് ചില ഇൻഫറൻസ് നടത്താൻ പറ്റും എന്നുള്ളതാണ്. ബേസിക്കലി എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് അണ്ടർ ദ നൾ ഡിസ്ട്രിബ്യൂഷൻ, നൾ ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കി ഒന്ന് തിയറൈസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇതിനകത്ത് എവിടെ വരും, ഹൗ ലൈക്ലി ഈസ് ഇറ്റ് ടു ബി വിതിൻ ദാറ്റ്. അങ്ങനെ അതിനകത്തോ ആണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ശരിയാണ്, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പൊരുൾ. പക്ഷെ അതിൽ എല്ലാം മീൻ ആയിരിക്കണമെന്നില്ല. നമുക്ക് വേറെ പല ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ, കൈ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതിൻ്റെ തിയറിയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൽ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി, പ്രശ്നം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഇത് വന്നുകൊണ്ട് എനിക്ക് എൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് രണ്ടാമത് എഴുതേണ്ടി വന്നു. അപ്പം അതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ ചിലപ്പം ചില മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് അടുത്ത തവണ നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഫോളോ ചെയ്ത് കാണിക്കാം. കൻ ട്രൈ യു ആർ ഗെറ്റിംഗ് സെയിം റിസൾട്ട്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇൻഫർ എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഉണ്ട്. അത് ടൈഡിവേഴ്സിൻ്റെ മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ടൈഡിവേഴ്സും ഇൻഫറും നമ്മൾ ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ പാക്കേജസ് ടൈഡിവേഴ്സ്, ഇൻസ്റ്റാൾ പാക്കേജ് ഇൻഫറിന് ആദ്യം ടൈപ്പ് ചെയ്തിട്ട് പിന്നെ ലൈബ്രറി ടൈഡിവേഴ്സ്, ലൈബ്രറി ഇൻഫർ, ഇത് രണ്ടും ചെയ്യണം. ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ രണ്ട് കമാൻഡ് റൺ ചെയ്താൽ ഈ രണ്ട് പാക്കേജും നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇൻഫർ പാക്കേജ് ചെയ്യുന്നത് ഇറ്റ് ഓഫേഴ്സ് ടു ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ടു ഇൻഫറൻസ്. ഒന്ന്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ റിപ്പീറ്റഡ് സാമ്പിളിങ്ങിൽ കൂടെ ബൂട്ട്സ്ട്രാപ്പ് മെത്തേഡിൽ കൂടി ഡിസ്ട്രിബ്യൂഷൻ ജനറേറ്റ് ചെയ്തിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യും. പിന്നെ അതിന് ചില കമാൻഡ്സ് ഉപയോഗിച്ചാൽ ശരിക്കുള്ള തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില ടെസ്റ്റുകൾ മാത്രമാണ് ഞാനിത് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പിന്നെയുള്ള ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റുകളിലേക്ക് പോകാം. അത് പക്ഷേ അതിന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമാൻഡ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ലുക്ക് അറ്റ് വൺ സാമ്പിൾ മീൻ. നമ്മളൊരു സാധനത്തിൻ്റെ ഒരു മീൻ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അത് എത്രയാണെന്നുള്ളതിനെ കുറിച്ച് നേരത്തെ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനോട് എങ്ങനെയാണ് വെദർ അവർ സാമ്പിൾ ഇസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദാറ്റ് ഓർ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് എന്നുള്ള ഒരു അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആണ് ഇത് ആൻസർ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇതിലിപ്പോൾ ഈ ഇൻഫർ പാക്കേജിൽ GSS എന്ന് പറഞ്ഞൊരു ഡാറ്റാ സെറ്റ് ഉണ്ട്. GSS എന്ന് പറയുന്നത് ജനറൽ സോഷ്യൽ സർവേ എന്ന് പറഞ്ഞ അമേരിക്കയിൽ നടത്തുന്ന ഒരു സോഷ്യൽ വേരിയബിൾസിൻ്റെ ഒരു സർവേ ആണ്. അതിലുള്ള ഒരു സെലക്ഷൻ, ഒരു 500 പേരുടെ ഡാറ്റ എടുത്ത് അവർ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഒരു പാറ്റേൺ ഉണ്ട് ഈ ഇൻഫർ പാക്കേജിൽ. അതായത് അതിന് ഈ നേരത്തെ ടൈഡിവേഴ്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതിൽ ഇതുപോലെ വേർബ്സ് ഉണ്ട്, സെലക്ട്, ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഇൻഫറിലും കുറേ വേർബ്സ് ഉണ്ട്. സ്പെസിഫൈ, ഹൈപ്പോത്തസൈസ്, കാൽക്കുലേറ്റ്, വിഷ്വലൈസ്, ഇതൊക്കെയാണ് അതിൻ്റെ വേർബ്സ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഓരോ കമാൻഡിലും ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. എല്ലാത്തിലും ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ ഇതിലാദ്യം തന്നെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഏജ്, സപ്പോസ് നമുക്ക് നേരത്തെ ഒരു റൗണ്ട്, ഈ സർവേയുടെ നേരത്തെ ഉള്ള റൗണ്ടിൽ മീൻ ഏജ് 42 ആയിരുന്നു. അപ്പോൾ ഇത്തവണ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഡിഫറെൻ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് ആണ് നമ്മൾ ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ സ്പെസിഫൈ റെസ്പോൺസ് ഈക്വൽസ് ഏജ്, അതാണ് നമ്മുടെ വേരിയബിൾ, അത് ആദ്യം സ്റ്റേറ്റ് ചെയ്യണം. പിന്നെ അത് ഇതാണ് നമ്മൾ പൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഐ ഹോപ്പ് യു റിമെമ്പർ, ഈ പെർസെൻറ്റേജ്, ആരോ പെർസെൻറ്റേജ് എന്ന് പറയുന്ന പൈപ്പ് എന്ന് പറയുന്ന സാധനമാണ്. പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡിൽ നിന്ന് മറ്റേ കമാൻഡിലേക്ക് പോകാനുള്ള, അതായത് ആദ്യത്തെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ എടുത്ത് രണ്ടാമത്തെ കമാൻഡിൽ കൊണ്ടുചെല്ലണം. അതാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ലിങ്ക് ചെയ്ത് പോകാൻ പറ്റും.
അല്ലെങ്കിൽ നമ്മൾ ഇതിനെല്ലാം ബ്രാക്കറ്റ് ഇട്ട് ഒരുപാട് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആവും. അതിന് പകരമുള്ള ഒരു ഈ ടൈഡിവേഴ്സിൽ ഒറിജിനൽ ആറിലാണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് പോകേണ്ടി വരും. പക്ഷേ ഇതിൽ ഈ പൈപ്പ് വരുന്ന ടൈഡിവേഴ്സിന്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് ഇത് സൗകര്യമായിട്ട് തോന്നുന്നത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ റെസ്പോൺസ് ഈക്വൽസ് ഏജ്, ഹൈപ്പോത്തസൈസ് നൾ ഈക്വൽസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ഒരു പോയിന്റ് എസ്റ്റിമേറ്റ് ആണ്, അത് മീൻ. അപ്പൊ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് കഴിഞ്ഞ തവണത്തെ മീൻ ആയത് മ്യൂ ആണ്. മ്യൂ ഈക്വൽസ് 42 ഇയേഴ്സ് ആണ്, ഇപ്പോഴും വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. എന്നിട്ട് നമ്മൾ ഈ ജനറേറ്റ് റെപ്പിറ്റേഷൻസ് 1000, അത് നമ്മൾ ഏത് നമ്പർ വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ ഒരു വലിയ സംഖ്യ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ടൈപ്പ് ഈക്വൽസ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. ദെൻ കാൽക്കുലേറ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈക്വൽ ടി, ബിക്കോസ് വി ആർ യൂസിങ് ദ ടി ടെസ്റ്റ്. അപ്പം അതുകൊണ്ട് ടി സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ടി ഡിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആയിട്ട് സേവ് ചെയ്തു. അത് നമുക്ക് ലേറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അത് എന്ത് പേര് വേണേ ഇടാം. ഇതിനിപ്പോൾ ഇങ്ങനെ ഞാനൊരു പേര് ഇട്ടു, ടി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിന് ടി ഡിസ്റ്റ് എന്ന്. ഇതിലെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ ബൂട്ട് സ്ട്രാപ്പ് മെത്തേഡാണ്. ഇപ്പോൾ ഇതിൽ ഇൻഫറിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഒരു പർട്ടിക്കുലർ മെത്തേഡാണ്. നമ്മൾ നേരത്തെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മീൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു വലിയ ഒരു പോപ്പുലേഷനിൽ നിന്ന് റിപ്പീറ്റഡ് സാമ്പിൾസ് 100 അല്ലെങ്കിൽ 1000 എടുക്കുകയാണ് ചെയ്തത്. ഇതിൽ പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ അതിൽ 500 ഡാറ്റാ പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോ സാമ്പിളും 500 തന്നെയാണ്. അപ്പോൾ ഒരു 500 നിന്ന് എങ്ങനെ 500 സാമ്പിൾ ചെയ്യുന്ന ചോദിച്ചാൽ അവിടെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതായത് അവർ ചെയ്യുന്നത് അതിൻ്റെ ഒരു തിയറട്ടിക്കൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനെ എടുത്തിട്ട് അതിൻ്റെ ഏജ് ആണെങ്കിൽ ആ ഏജ് റെക്കോർഡ് ചെയ്തിട്ട് അതിനെ തിരിച്ച് അതിലേക്ക് തന്നെ വിടും. പിന്നെ റാൻഡം ആയിട്ട് എടുക്കും, പിന്നെ അതിലേക്ക് വിടും. അങ്ങനെയാണ് ഒരു സാമ്പിൾ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 500 അങ്ങനെ 1000 അത്ര വാട്ട് എവർ നമ്പർ വി ആർ റെപ്പിറ്റേഷൻ പറയുന്നു അത്രയും തവണ ചെയ്യുകയാണ്. അപ്പോൾ ഓരോ സാമ്പിളും 500 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയമെൻഷൻസ് നോക്കിയാൽ 500 × 1000 കാണുമായിരുന്നു അത് അതിൻ്റെ റോസ്. അപ്പോൾ അതാണ് ഇതിലുള്ള ബൂട്ട് സ്ട്രാപ്പ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരേ സാധനം തന്നെ 2 തവണ വന്നെന്നൊക്കെ ഇരിക്കും. അപ്പം ചെറുതായിട്ട് വ്യത്യാസം വരും. ഇത് ഇക്വലന്റ് ടു മേക്കിംഗ് മൾട്ടിപ്പിൾ റാൻഡം സാമ്പിൾസ്. അതിൻ്റെ സെയിം ഇഫക്റ്റ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ടി സ്റ്റാറ്റിസ്റ്റിക് മാത്രമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സ്പെസിഫൈ റെസ്പോൺസ് ഈക്വൽസ് ഏജ്, ഹൈപ്പോത്തസൈസ് നൾ പോയിന്റ്, കാൽക്കുലേറ്റ്. ഇതിൽ നമ്മൾ റെപ്പിറ്റേഷൻസ് ഒന്നുമില്ല. വി ആർ നോട്ട് ജനറേറ്റിംഗ് ഇനി ഡാറ്റ, ജസ്റ്റ് കാൽക്കുലേറ്റിംഗ് ദ ടി സ്റ്റാറ്റിസ്റ്റിക് ഫോർ അവർ ഡാറ്റ. അതിനെ നമ്മൾ എസ്റ്റിമേറ്റഡ് ടി എന്നുള്ളതിന് വേണ്ടി ഞാൻ എസ്റ്റ് ടി എന്നുള്ള പേരിൽ സേവ് ചെയ്തു. അഗൈൻ ദിസ് ഇസ് ജസ്റ്റ് എ നെയിം, യു ക്യാൻ യൂസ് എനി നെയിം. സോ നൗ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒബ്ജക്റ്റ് എടുത്തു വെച്ചിട്ട് ഗെറ്റ് ഇതിൽ നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ ഈ 2 സാധനം ഉണ്ടാക്കി എത്രേ ഉള്ളൂ. വേറെ ഈ ടി സ്റ്റാറ്റിസ്റ്റിക് ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇറ്റ് ഈസ് -2.9. അപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 0യിൽ നിന്ന് എത്ര അകലെയാണോ അത്രയും അത് സിഗ്നിഫിക്കൻ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഈ -2.9 എന്ന് പറഞ്ഞ സാമാന്യം ഡിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമുക്ക് ഗെറ്റ് പി വാല്യൂ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഗെറ്റ് പി വാല്യൂ ഒബ്സർവ്ഡ് സ്റ്റാറ്റിസ്റ്റിക്, OBS-stat. അത് ഈ കമാൻഡിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സാധനമാണ് ST. ഡയറക്ഷൻ വി ആർ യൂസിങ് 2-sided പി വാല്യൂ. അപ്പോൾ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൽ ഗെറ്റ് ദ പി വാല്യൂ. ഇതിൽ 0.002. അത് പി വാല്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്. ആസ് യു നോ, ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിങ് ദിസ് പർട്ടിക്കുലർ ഡാറ്റ ഇഫ് ദ നൾ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ട്രൂ. ഇത് വളരെ കുറവായതുകൊണ്ട് വി വിൽ കൺക്ലൂഡ് ദാറ്റ് ദ നൾ ഡിസ്ട്രിബ്യൂഷൻ or the null hypothesis is not likely to be true, very unlikely to be true. So we will reject the null hypothesis. So this is the basis of all statistical tests. അതിന് വേണമെങ്കിൽ അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ 2 തരത്തിൽ വിഷ്വലൈസ് ചെയ്യാം. ഒന്ന് ഈ സിമുലേഷൻ മെത്തേഡ്, ആൻഡ് അനദർ ഇസ് എ തിയറട്ടിക്കൽ ടി ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ കാണിച്ചു തരാം. ഇതിലിങ്ങനെ നമ്മൾ വെച്ചിട്ട് റൺ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് two charts. One is, this is the simulated T distribution. Repeated ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ
ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ റെഡ് ലൈൻ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്ത സ്റ്റാറ്റിസ്റ്റിക്. ഇറ്റ് ഇസ് -2 പോയിന്റ് സംതിങ് അല്ലേ, 2.9 എന്തോ ആയിരുന്നു അത്രയും. അപ്പൊ ഇവിടെ അല്ല, ഇതിന്റെ സെന്ററിലേ അല്ല, അത് ഒരുപാട് അകലെയാണ്. വിച്ച് മീൻസ് നമ്മുടെ നൾ ഡിസ്ട്രിബ്യൂഷനിൽ ഇത് വരുന്നില്ല. അതുകൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് ഇസ്, യു ക്യാൻ കൈൻഡ് ഓഫ് റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. ഇത് തന്നെ തിയറട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ജനറേറ്റ് ചെയ്യുന്ന അതാണ് ഈ കർവ്. അപ്പൊ അതിന്റെ രണ്ടും ഒരേ കമാൻഡാണ്. പക്ഷെ ഇതില് ഈ ടി ഡിസ്ട്രിബ്യൂഷൻ വിഷ്വലൈസ് എന്നുള്ള വെർബിന്റെ ആർഗ്യുമെന്റ് മെത്തേഡ് ഈക്വൽസ് സിമുലേഷൻ ആണെങ്കിൽ ഇത് കിട്ടും, മെത്തേഡ് ഈക്വൽസ് തിയറട്ടിക്കൽ ആണെങ്കിൽ ഇത് കിട്ടും. ഈ ഒറ്റ വ്യത്യാസം. ആൻഡ് ദെൻ യു ഹാവ് ടു സേ ഷെയ്ഡ് പി വാല്യൂ. അതാണ് ഇവിടെ കാണിക്കുന്നത്. അത് കുറച്ചുകൊണ്ട് ഇങ്ങോട്ടാണെങ്കിൽ നല്ലൊരു ഷെയ്ഡിങ് കിട്ടിയാണ്. പക്ഷെ ഇവിടെ ഇത്രയും ദൂരെ ആയതുകൊണ്ട് ഷെയ്ഡ് ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. ഇത് തിയറട്ടിക്കൽ. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ ഇതാണ്. പക്ഷെ ഇത് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് വേണമെങ്കിൽ വേറൊരു കാര്യം, ഇത് രണ്ടും കൂടെ കാണിക്കാൻ വേണം. ഇപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഐ ജസ്റ്റ് ഷോ യു. ഇത് കോപ്പി ചെയ്തിട്ട് instead of theoretical or simulation we can also say both. അപ്പോൾ എന്നിട്ട് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കിട്ടും. അപ്പൊ ഇതിൽ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം വളരെ ക്ലോസ് ആണ്. ദിസ് ഇസ് സിറ്റുവേഷൻ വെൻ യു ഹാവ് എ ലാർജ് നമ്പർ. ടി ഡിസ്ട്രിബ്യൂഷൻ വിൽ അപ്രോക്സിമേറ്റ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ and the sample size is larger and larger. അപ്പോൾ സാധാരണ നിലയ്ക്ക് 30, 20, 25 സാധാരണ നമ്മുടെ സാമ്പിൾസിലൊക്കെ ടി കുറേ കൂടെ ഫ്ലാറ്റ് ആയിരിക്കും. പക്ഷെ ഇതിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ നോർമൽ. അത് വേണമെങ്കിൽ നമുക്ക് ഇതിന് പകരം മീൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ നോക്കാം. പക്ഷെ അതിൽ വലിയ വ്യത്യാസം വരത്തില്ല. പക്ഷെ സ്റ്റാൻഡേർഡ് ക്ലാസിക്കൽ ടെസ്റ്റ് ഫോർ ലുക്കിംഗ് അറ്റ് വൺ സാമ്പിൾ ഇസ് എ ടി ഓർ ടു സാമ്പിൾസ് ഇസ് എ ടി ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് സ്റ്റുഡൻറ് ടി ടെസ്റ്റ്. സ്റ്റുഡൻറ് ടി ടെസ്റ്റ് വളരെ ഫേമസ് ഒരു ടെസ്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ. ഐ തിങ്ക് വൺ ഓഫ് ദ ബേസിക്. അതിനൊരു കഥയുണ്ട്. മേ ബി സം ഓഫ് യു മൈറ്റ് നോ ദാറ്റ് ഇത് കണ്ടുപിടിച്ച മനുഷ്യൻ അദ്ദേഹം വൈൻ സാമ്പിളറോ എന്തോ ആയിരുന്നു. അപ്പം അതിനുവേണ്ടിയാണ് അദ്ദേഹം നോക്കിയത് രണ്ട് പല സാമ്പിൾസ് ഒരേ സോഴ്സിൽ നിന്നാണോ അതോ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നാണോ എന്ന് കണ്ടുപിടിക്കാനൊക്കെയാണ്. പക്ഷെ ഐ തിങ്ക് ഹി ഹാഡ് സം കൺസ്ട്രെയിൻസ്. ഹി കുഡ് നോട്ട് പബ്ലിഷ് അണ്ടർ ഹിസ് ഓൺ നെയിം. സോ അതുകൊണ്ട് അദ്ദേഹം സ്റ്റുഡൻറ് എന്ന പേരിലാണ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും സ്റ്റുഡൻറ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. അല്ല സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല അതിന്. സോ ദാറ്റ് ഈസ് ദ സ്റ്റോറി. സോ ദിസ് ഈസ് ദ ക്ലാസിക്കൽ വൺ സാമ്പിൾ ടി ടെസ്റ്റ്. അപ്പോൾ ഇതിന് തന്നെ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ തന്നെ സ്പെസിഫൈ റെസ്പോൺസ് ഏജ്, ജനറേറ്റ് റെപ്പറ്റീഷൻസ്, ടൈപ്പ് ബൂട്ട് സ്ട്രാപ്പ്, കാൽക്കുലേറ്റ് സ്റ്റാറ്റ് ആൻഡ് അവസാനം ഗെറ്റ് CI എന്ന് മാത്രം പറഞ്ഞാൽ മതി. ലെവൽ ഈക്വൽസ് 0.95, ടൈപ്പ് ഈക്വൽസ് പെർസെൻറ്റൈൽ. അപ്പോൾ അങ്ങനെ അത് നമ്മൾ റൺ ചെയ്താൽ നമുക്ക് ഈ രണ്ട് 39.093 and 41.46. അപ്പോൾ ഇത് രണ്ടും ഈ 42 നിന്ന് വളരെ ഡിസ്റ്റൻ്റ് ആണ്. സോ വി ഓൾറെഡി നോ സെയിം കൺക്ലൂഷൻ ആണ്. 95% CI ഉപയോഗിച്ചാലും പി വാല്യൂ ഉപയോഗിച്ചാലും വി കം ടു ദ സെയിം കൺക്ലൂഷൻ. സോ ദിസ് ഇസ് അവർ വൺ സാമ്പിൾ ടി ടെസ്റ്റ്. അടുത്തത് കമ്പയറിംഗ് ടു ഇൻഡിപെൻഡൻറ്റ് മീൻസ്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ സോ ഫാർ? Anything you would like me to explain? അതിന് മുമ്പ് ചെയ്ത ആ പി വാല്യൂ കണ്ടുപിടിക്കുന്നത് സ്റ്റെപ്പ് ഒന്നുകൂടെ ഒന്ന്. ഷെയ്ഡ് പി വാല്യൂ അതാണ് അല്ലേ? ഇത് ഗെറ്റ് പി വാല്യൂ. ഇത് ടി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയല്ലോ, അതിനെ എടുത്തിട്ട് അത് പൈപ്പ് ചെയ്തിട്ട് ഗെറ്റ് പി വാല്യൂ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഗെറ്റ് പി വാല്യൂ. ഒബ്സർവ്ഡ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച എസ്റ്റിമേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്. ഡയറക്ഷൻ ക്യാൻ ബി ടു സൈഡഡ്, ഗ്രേറ്റർ, ലെസർ, അങ്ങനെ 2-3 ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ അതിൽ ടു സൈഡഡ് കൊടുത്തേക്കുന്നത് ഇത്രേ ഉള്ളൂ. ഗെറ്റ് പി വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പി വാല്യൂ കിട്ടും. ഈ പി വാല്യൂ ആണ് നമ്മൾ കമ്പയർ ചെയ്യണത്. അടുത്തത് റിജക്ട് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് ഉപയോഗിക്കുന്നത്. ഇത് അതിന്റെ ഒരു
വിഷ്വൽ ഡെമോൺസ്ട്രേഷൻ എന്നുള്ളതേ ഉള്ളൂ ഈ ഷെയ്ഡ് പി വാല്യൂ എന്ന് പറയുന്നത്. മറ്റേത് അതിൻ്റെ ആക്ച്വൽ പി വാല്യൂ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇതതിൻ്റെ ഒരു വാർണിംഗ് ആണ്. അത് അതായത് ചില തിയറട്ടിക്കൽ ഉപയോഗിക്കുമ്പോൾ അതിൽ ചില അസംഷൻസ് ഉണ്ടോ നമ്മൾ നോക്കിക്കോണം എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഇതിലൊന്നുമില്ല. അപ്പൊ നമുക്ക് ടു മീൻസിലോട്ട് പോകാം. ഇതേ സാധനം തന്നെ കമ്പയറിംഗ് ടു ഇൻഡിപെൻഡന്റ് മീൻസ്, ടു സാമ്പിൾ ടി ടെസ്റ്റില് we test the null hypothesis that means grouped by a categorical variable are equal. ഇപ്പൊ ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന പറയാവുന്നത് നമുക്ക് സെക്സും ഏജും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് ആദ്യം തന്നെ വേണമെങ്കിൽ വെറുതെ ജസ്റ്റ് വി ക്യാൻ ലുക്ക് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ വേരിയബിൾസ്. മീൻ 14, 39.8, 40.6, 39. സാമാന്യം ക്ലോസ് ആണ്. സോ വി ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ആക്ച്വലി ഡിഫറെന്റ് ഓർ നോട്ട്. അത് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഹൗ ടു അപ്ലൈ ടി ടെസ്റ്റ് ഇതുപോലെ തന്നെ സ്പെസിഫൈ ഏജ് ഈക്വൽസ് എക്സ്. ഏജ് ഇതിൽ സ്പെസിഫൈ ചെയ്യുമ്പോൾ റെസ്പോൺസ് ഈക്വൽസ് ഏജ് എന്ന് മാത്രമാണ് നമ്മൾ നേരത്തെ കൊടുത്തത്. ഇതിൽ പക്ഷേ ഏജ് മോഡൽ ഓൺ സെക്സ് എന്ന് കൊടുക്കണം. ഏജ് ടിൽഡേ സെക്സ്. ഇത് ടിൽഡേ ആണ്. ഈ ഇടത്തെ അറ്റത്തെ മുകളിലുള്ള കീയിലുള്ള സൈനാണ്. അത് ചെറിയൊരു കുനിപ്പ് പോലെയുള്ള ഒരു സൈൻ. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, റെസ്പോൺസ് ഈക്വൽസ് ഏജ്, എക്സ്പ്ലനേറ്ററി ഈക്വൽ സെക്സ്, അങ്ങനെയും കൊടുക്കാം. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതൊരു മോഡലിംഗ് പോലെയുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. ഏജ് ഇസ് മോഡൽഡ് ഓൺ സെക്സ്, ഇത് സെക്സ് എക്സ്പ്ലെയിൻസ് ഏജ് എന്നുള്ള രീതിയിൽ. ദെൻ ഹൈപ്പോത്തസൈസ് നൾ ഈക്വൽസ് ഇൻഡിപെൻഡൻസ്. ഇവിടെ മറ്റേത് പോയിന്റ് എന്നാണ് കൊടുത്തത് നമ്മൾ, പക്ഷെ ഇവിടെ ഇൻഡിപെൻഡൻസ് ആണ്. അതായത് ഈ സെക്സുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. രണ്ടും ഒരേ മീനാണ്. സോ അത് കഴിഞ്ഞിട്ട് നൾ ഈക്വൽസ് ഇൻഡിപെൻഡൻസ്. അതിന് ദെൻ അഗെയിൻ ജനറേറ്റ് റെപ്പിറ്റേഷൻ 1000 ടൈപ്പ് ഈക്വൽസ്. ഇവിടെ പെർമ്യൂട്ട് ആണ്. പെർമ്യൂട്ട് മറ്റേത് നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് ആയിരുന്നു. ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളപ്പോൾ നമ്മൾ സാധാരണ പെർമ്യൂട്ട് എന്നാണ് കൊടുക്കുന്നത്. പെർമ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് വേരിയബിൾ എടുത്തിട്ട് അത് ഷഫിൾ ചെയ്യുക. 500 തവണ ഷഫിൾ ചെയ്ത് 500 സാമ്പിളിനെ ഉണ്ടാക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് പിന്നെ ഇതിൻ്റെ മീനൊക്കെ റീകാൽക്കുലേറ്റ് ചെയ്യും റാൻഡമായിട്ട്. സോ ദാറ്റ് ഈസ് എ പെർമ്യൂട്ട് മെത്തേഡ്. അതൊരു സിമുലേഷൻ മെത്തേഡാണ്. ദെൻ ഇതുപോലെ കാൽക്കുലേറ്റ് സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റ് ഈക്വൽസ് ടി. ഓർഡർ കൊടുക്കണം. നമ്മളിപ്പോൾ എന്ത് വേണമെങ്കിലും വ്യത്യാസമാണ്. മെയിൽ അത് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. രണ്ട് ഗ്രൂപ്പ് ഉള്ളപ്പോൾ മെയിൽ ഫീമെയിലിന് കൊടുക്കാം, ഫീമെയിൽ മെയിലിന് കൊടുക്കാം. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ ഈ കമാൻഡ് റൺ ചെയ്യത്തില്ല. അപ്പം അതിനെ നമ്മൾ ടു സാമ്പിൾ നൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. ടു സാമ്പിൾ നൾ ഡി. എന്നിട്ട് അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ ഒബ്സർവ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കും നമ്മൾ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് stat equals t, two sample that we are saving as two sample estimated t. So we will run this chunk. വേണമെങ്കിൽ നമുക്ക് ഈ ടി വാല്യൂ എത്രയാണെന്ന് വേണമെങ്കിൽ നോക്കാം. അങ്ങോട്ട് പോകുന്നില്ല. സാമ്പിൾ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇതെന്താണെന്നാണ് ഇപ്പോൾ 0.628 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടി സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ അത് നള്ളിനകത്ത് വരുമോ എന്നുള്ളതാണ്. മിക്കവാറും വരും, കാരണം ഇറ്റ്സ് നോട്ട് എ വെരി ഹൈ വാല്യൂ. അപ്പോൾ അതിൽ നിന്ന് സെയിം പ്രോസസ്സ് ഉപയോഗിച്ച് ടു സാമ്പിൾ നൾ ഡിസ്ട്രിബ്യൂഷൻ വിഷ്വലൈസ് ഷെയ്ഡ് പി വാല്യൂ. ഇതിൽ ഈ വിഷ്വലൈസ് കഴിഞ്ഞിട്ട് പ്ലസ് ആണ്, അതിൽ പൈപ്പ് അല്ല, അത് ശ്രദ്ധിച്ചോളണം. സാധാരണ നമ്മൾ പൈപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. അതിന് പകരം ഇത് ചാർട്ട് ആയതുകൊണ്ട് ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ PG പ്ലോട്ട് കണ്ട് പഠിച്ചതിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ അതിൽ ആറിൻ്റെ ഒരു വൺ ഓഫ് ദ ഗ്രാഫിക്സ് പാക്കേജസ് ആണ്. അപ്പം അതിനെ ആസ്പദമാക്കിയിട്ടാണ് അവർ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്ലസ് ആണ് കൊടുക്കേണ്ടത്, പൈപ്പിംഗ് അല്ല. അപ്പോൾ അത് നമ്മൾ റൺ ചെയ്താൽ ഇതിപ്പോൾ സാധാരണ ഇത് സിമുലേഷൻ ആണ്.
മെത്തേഡ്. ഇത് ബോത്ത്, അതായത് തിയറട്ടിക്കലും രണ്ടും കൂടെ ആണ്. പിന്നെ പി വാല്യൂ എല്ലാം കൂടെ നമുക്ക് നോക്കാം. അത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ആദ്യം ഇതാണ് അതിൻ്റെ സിമുലേഷൻ ബേസ്ഡ് നൾ. അത് ഇതിൽ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷനിലാണ് പി വാല്യൂ. അപ്പോൾ ഇത്രയും പോർഷനിൽ എവിടെ വേണമെങ്കിൽ ആവാമെന്നാണ് പറയുന്നത്, വിച്ച് മീൻസ് വിച്ച് ഇസ് വെൽ വിതിൻ ദ നൾ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് പി വാല്യൂ സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതാണ് കറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പി വാല്യൂ. ഈ ചുമന്ന വരെയാണ്. ഇതിപ്പോൾ രണ്ടും കൂടെ അതിൻ്റെ കൂടെ തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനും കൂടെ വരുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. അത് ഈ പറഞ്ഞ പോലെ നമ്പർ കൂടുതലുള്ളതുകൊണ്ട് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനും ഈ സിമുലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ആൻഡ് ആക്ച്വൽ പി വാല്യൂ ഈസ് ലൈക്ക് 0.56, which of course means that it is not significant. അപ്പോൾ മെയിലും ഫീമെയിലും ഏജ് വൈസ് ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ മീൻസ് എന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഇതിന് തന്നെ ഇതിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ തിയറി ബേസ്ഡ് ഒരു സ്ക്രിപ്റ്റ് ആണ്. പക്ഷേ ഇതേ പാക്കേജിൽ ദർ ഇസ് എൻ ഈസിയർ വേ ടു ഡു ഇറ്റ്. നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ടി ടെസ്റ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തിട്ട് എക്സ് ഈക്വൽസ് GSS ഫോർമുല നമ്മൾ ഈ പറഞ്ഞ പോലെ അവേഴ്സ് അല്ല ഏജ് ആണ് കറക്റ്റ്. ഇത് ഇത്ര മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അത് തന്നെത്താനെ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇറ്റ് വിൽ ബി വിറ്റ്. യു ഡോണ്ട് ഹാവ് ടു അതിൻ്റെ പക്ഷേ നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും കാണത്തില്ല. ജസ്റ്റ് ഇതിൻ്റെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് 0.62 ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും 497. അത് അഡ്ജസ്റ്റഡ് ഡിഗ്രീസ് ആണ് രണ്ടും തമ്മിലുള്ള. പി വാല്യൂസ് 0.5. ഓൾട്ടർനേറ്റീവ് ഇസ് 2 സൈഡ്. ലോവർ CI ഇവിടെ അപ്പർ CI പുറത്ത് കാണും. അപ്പോൾ അതെല്ലാം ഈ CI എന്ന് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഗ്രൂപ്പ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെങ്കിൽ അതിനകത്ത് 0 വരാൻ പാടില്ല. അപ്പോൾ ഇതിലിപ്പോൾ -1.5 മുതൽ 1.58 മുതൽ +3.08 വരെ ഉണ്ട്, വിച്ച് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ 0 വാല്യൂ ഓൾസോ. സോ ഇറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ആ രീതിയിൽ വേണം നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. സോ ഇത് ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ ശരിക്കും. മറ്റത് പിന്നെ നമുക്ക് തിയറി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഇലാബറേറ്റ് ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ സോ that is it. So that is the 2 sample t-test which is extensively used. പിന്നെ ഒരു സാധനം നമ്മൾ ചെയ്യാറുള്ളത് two related samples എന്നുള്ളൊരു, അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ബിക്കോസ് ഇറ്റ്സ് നോട്ട് യൂഷ്വലി അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഒരാളുടെ ഒരിക്കൽ എടുത്ത ഒരു രാവിലെ എടുത്ത ബ്ലഡ് ഷുഗറും വൈകുന്നേരം എടുത്ത ബ്ലഡ് ഷുഗറും അങ്ങനെയുള്ള ചില വേരിയബിൾസ് ഉണ്ട്. അല്ലെങ്കിൽ നേരത്തെ എടുത്ത വെയിറ്റും ഇപ്പോഴത്തെ വെയിറ്റും ഒന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ വി ഹാവ് എ സാമ്പിൾ ഓഫ് 50. അപ്പോൾ ഇതേ ഒരേ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ദ സാമ്പിൾ ഇസ് ദ സെയിം. measurements are made on the same people, so they are related, they are not independent samples. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് പെയർ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ പെയർ ടി ടെസ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓരോരുത്തരുടെയും ഈ ഡിഫറൻസ് കണക്കാക്കിയിട്ട്, ദറ്റ് ഇസ് വെയിറ്റ് നമ്പർ 2 മൈനസ് വെയിറ്റ് നമ്പർ 1 ഓരോരുത്തരുടെയും കണക്കാക്കി കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊഡ്യൂസ് എ 1 സാമ്പിൾ ടി ടെസ്റ്റ് ആൻഡ് വിത്ത് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ദ നൾ ഇസ് 0. ദർ ഇസ് നോ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പോൾ ആ നള്ള് വെച്ചിട്ട് നമുക്ക് നേരത്തെ കാണിച്ച ടെസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് പറയാത്തത്. അത് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇൻഫറിൽ. അവരും പറഞ്ഞേക്കുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് എ 2 സാമ്പിൾ ടി ടെസ്റ്റ്. പിന്നെ അടുത്തത് പ്രൊപ്പോർഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ 1 പ്രൊപ്പോർഷൻ ടെസ്റ്റ് ആണ്. അഗെയിൻ ടി ടെസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടോ ചോദ്യങ്ങൾ? ഓക്കെ, ഈ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ട പോലെ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഒരു നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 30 തവണ ഹെഡും മറ്റത് 70 തവണ ടെയിലും കിട്ടിയ ഇസ് ഇറ്റ് എ ഫെയർ കോയിൻ, ഇസ് ഇറ്റ് റിയലി 0.5 എന്നുള്ള സംശയം തോന്നും. എന്ന് പറഞ്ഞ പോലെ പല 1 പ്രൊപ്പോർഷനായിട്ട് എടുക്കുമ്പോൾ അതിനൊരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു നൾ ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യണം. സപ്പോസ് ഇതിലിപ്പോൾ we want to check if a proportion we see in the data is different from proportion assumed from theory. അപ്പോൾ ഇതിലിപ്പോൾ കോളേജ് ഡിഗ്രി ഹോൾഡേഴ്സ് ഉള്ളത് എത്ര
we assume that degree holders അല്ലാത്തവരും almost 50-50 ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു ഐഡിയ എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ what we get is actually in the data we have a 35% college degree holders. അപ്പോൾ അത് പക്ഷേ somebody says അത് നിങ്ങളുടെ ഡാറ്റയുടെ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ പോപ്പുലേഷനിൽ 50-50 ആണെന്ന് പറയുകയാണെങ്കിൽ we can produce a one sample proportion test. അത് ഇതിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ് ഇത് തന്നെയാണ്. സ്പെസിഫൈ റെസ്പോൺസ് ഈക്വൽസ് കോളേജിൽ നിന്ന് കോളേജിൽ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അത് 0-1 വേരിയബിൾ ആണ്. ജസ്റ്റ് ലൈക്ക് യുവർ ടോസിങ് എ കോയിൻ. അതിൽ സക്സസ് എന്ന് പറഞ്ഞ ഒരു സാധനം അത് സ്പെസിഫൈ ചെയ്യണം. ഏതാണ് സക്സസ്? ഇതിൽ ഡിഗ്രിയാണ് നമ്മൾ സക്സസ് ആയിട്ട് ജസ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ സാധാരണ ഹെഡ്സ് ആണ് സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. നമുക്ക് ഇഷ്ടംപോലെ ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ജാറിൻ്റെ അകത്തുനിന്ന് ബോൾ എടുക്കുന്ന എക്സാമ്പിളിൽ റെഡ് ബോളാണ് നമ്മൾ സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇതിലിപ്പോൾ ഡിഗ്രി ഉള്ളത് എന്നുള്ളതാണ് സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബൈനോമിയൽ വേരിയബിൾ ആണെങ്കിൽ യു ഹാവ് ടു ഡിഫൈൻ ദ സക്സസ്. ദെൻ യു hypothesize that is null equals 0 and the probability is 0.5. Just like in a coin, if your null hypothesis is that it is fair, then you put it as p equals 0.5. ഇവിടെ നമ്മൾ hypothesize ചെയ്യുന്നത് 50% പേർക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുന്നതാണ്. Then you generate the repetitions, type equals simulate, and then calculate the statistic. There is here വെറുതെ പ്രൊപ്പോർഷൻ മാത്രം കൊടുത്താൽ മതി. അതിനെ നമ്മളിവിടെ സേവ് ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. അതിൻ്റെ പി വാല്യൂയും കോൺഫിഡൻസ് ഇൻ്റർവെല്ലും എല്ലാം എടുക്കും. അപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാവും. ഈ ചങ്ക് ഇതാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് വെരി ഇതിലാണ് 3.35 ആണ് നമുക്ക് കിട്ടിയ പ്രൊപ്പോർഷൻ, കാൽക്കുലേറ്റ് ചെയ്ത പ്രൊപ്പോർഷൻ. നമ്മൾ പറയുന്നത് 50-50 ആണ്. അപ്പോൾ 50 ആയിരിക്കണം ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ നമ്മളെ നൾ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ ദിസ് ഷുഡ് ബി ദ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക് ഇവിടെ കിടക്കുകയാണ്, വിച്ച് മീൻസ് very unlikely that it is 50-50. So we can reject the null hypothesis that it is equal. And we get a p-value of 0 കിട്ടുന്നത് because ഈ സിമുലേഷൻ ആയതുകൊണ്ടാണ്. സാധാരണ 0 p-value റിപ്പോർട്ട് ചെയ്യരുത്. സാധാരണ പിള്ളേരോടൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യിക്ക് പിടിക്കുന്നതാണ് 0 p-value ഉണ്ടാവില്ല എന്ന് പറയുന്നത്. കാരണം കമ്പ്യൂട്ടറിൽ നിന്ന് അങ്ങനെ ചിലപ്പോൾ പ്രിന്റ് ഔട്ട് കിട്ടും. It cannot really be 0. It has to be some very low value. And ഇതിന്റെ ഈ പ്രൊപ്പോർഷൻ ആക്ച്വൽ നമ്മുടെ നൾ ഹൈപ്പോത്തസിസിന്റെ CI ആണ് ഈ പറഞ്ഞേക്കുന്നത്. അതിൽ വലിയ കാര്യമില്ല. എന്നാലും പിന്നെ അതുപോലെയുള്ള വേറൊരു ടെസ്റ്റാണ് chi-square ടെസ്റ്റ്. chi-square ടെസ്റ്റ് is again 2 categorical variables തമ്മിൽ ഉള്ള അസോസിയേഷൻ. അത് ഒന്ന് വേറൊന്നിനെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ chi-square ടെസ്റ്റ് ഇസ് any categorical variable with another categorical variable. chi-square ടെസ്റ്റ് യൂസ് chi-squareന് ഒരുപാട് യൂസസ് ഉണ്ട്. ഇത് മാത്രമല്ല, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് chi-square. ക്രോസ് ടാബുലേഷനുകളിലൊക്കെ അതിൽ എന്തെങ്കിലും അസോസിയേഷൻ ഉണ്ടോ തമ്മിൽ എന്നുള്ള അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലിപ്പം നമ്മൾ നോക്കുന്നത് സെക്സും ക്ലാസ്, സോഷ്യോ എക്കണോമിക് ക്ലാസ് തമ്മിലുള്ള ബന്ധം. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുവാണ് ഈ ഒരു ഇതിൽ. അപ്പം ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ഇത് നോക്കണ്ട, ഇത് വേറെ എന്തോ ആയിപ്പോയി എനിക്കറിഞ്ഞോളാം. സോ എനിവേ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഇത് നമ്മുടെ ബേസ് പ്ലോട്ടാണ്. ബേസ് അതിൻ്റെ പ്ലോട്ട് വെച്ച് നോക്കിയാണ് മെയിലും ഫീമെയിലും. ദിസ് ഇസ് ദ സോഷ്യൽ ക്ലാസ്സിൽ ഓവർ അപ്പർ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സെക്സ് വെച്ച് വ്യത്യാസം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡഡ് ഏരിയ വെച്ച് നോക്കണ ഏകദേശം ഒരു ഐഡിയ കിട്ടും. മിക്കവാറും വലിയ വ്യത്യാസമില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് ഏകദേശം. പക്ഷേ അത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഞാനൊരു ggplot സ്ക്രിപ്റ്റും കൂടെ എഴുതിയിട്ടുണ്ട്. വിച്ച് ഷോസ് യു ലൈക്ക് ദിസ്. അത് ഇതിൽ ലോവർ ക്ലാസ് എന്ന് പറയുന്നത് ഈ പിങ്ക് ആണ്. അത് കഴിഞ്ഞിട്ട് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്.
പിന്നെ മിഡിൽ ക്ലാസ് പിന്നെ അപ്പർ ക്ലാസ്. അപ്പൊ ഇതിൽ ഈ ചെറിയ വ്യത്യാസം മിഡിൽ ക്ലാസ്സും വർക്കിംഗ് ക്ലാസ്സും തമ്മിലുണ്ടോ എന്ന് സംശയം മെയിൽ ആൻഡ് ഫീമെയിലിന്. ഇറ്റ് മേ നോട്ട് ബി സിഗ്നിഫിക്കൻറ്റ്. എനിവേ ഇഫ് യു വാണ്ട് ടു ഡു ദാറ്റ് യൂസിങ് എ സ്റ്റാറ്റിസ്റ്റിക്, ഇതേ പറഞ്ഞ പോലെ ഇതിൽ കൈ സ്ക്വയർ ഇത് വളരെ സിമ്പിളാണ്. സ്പെസിഫൈ ക്ലാസ് മോഡൽ നോൺ സെക്സ് ടിൽഡെ ഉപയോഗിച്ച് then that can be saved as observed chi-square, and then അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. Observed chi-square is 2.5455. Again the association ഒന്നും ഇല്ലെങ്കിൽ 0 ആയിരിക്കും. association ഉണ്ടെന്നുള്ളതിന്റെ ലക്ഷണമാണ്. higher the number, more is likely to have some association. അപ്പോൾ അതിന്റെ വിഷ്വലൈസേഷൻ ആണ്. This is just we are generating the distribution. We are calling it chi-square null. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അത് ഉപയോഗിച്ചുകൊണ്ട് we can visualize. ഇതിൽ രണ്ടും this is the chi-square distribution theoretical. It is like ഈ പറഞ്ഞ പോലെ ഒരു not a uniform ഒരു symmetrical distribution അല്ല chi-square. It looks like this. അത് ഇതിന്റെ ഈ ബാർ ചാർട്ട് പോലെ കാണിച്ചേക്കുന്ന ഹിസ്റ്റോഗ്രാം പോലെ കാണിച്ചേക്കുന്നത് ഇറ്റ് ഈസ് ദ സിമുലേഷൻ ആൻഡ് ദ ലൈൻ ഈസ് ദ തിയററ്റിക്കൽ. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഈ റെഡ് ലൈനാണ് നമ്മുടെ ഒബ്സർവ് ചെയ്ത chi-square ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ വിച്ച് മീൻസ് വിച്ച് ഇസ് വെരി മച്ച് വിതിൻ ദ ഡിസ്ട്രിബ്യൂഷൻ. 2.5 എന്ന് പറഞ്ഞാൽ അത്ര ഹൈ അല്ല. സോ ഇറ്റ് ഈസ് പ്രോബബ്ലി not significant, and the p-value is 0.978, which of course not significant. So this is a chi-square test using simulation, and this is the last part. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചെറിയ കമ്പ്യൂട്ടർ പ്രോബ്ലംസ് ഒന്നുണ്ട്, ഞാൻ ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ എനിവേ വിൽ ഡു സീ ദിസ് ഓൾസോ. ദിസ് ഇസ് ഇത് ഈ chi-squareൽ എന്തെങ്കിലും സംശയമുണ്ടോ? chi-square വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. സാറേ, ഞാൻ അർജുനാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാർ. കേൾക്കുന്നുണ്ടോ? നമ്മൾ ഈ ക്രാമേഴ്സ് ബി എന്ന് പറഞ്ഞതും പിന്നെ 5 കോഎഫിഷ്യന്റും ഈ chi-square ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ഒന്ന് പറയാമോ സാർ? സാർ അത് ക്രാമേഴ്സ് അത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ റെഫർ ചെയ്തിട്ട് അടുത്താണ് പറഞ്ഞുതരാം. ഓക്കെ സാർ. ആക്ച്വലി ഇത് chi-squareൽ ചില അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്നത് ഈ സെൽസിനകത്ത് നമ്പർ തികയാതെ വരുമ്പോഴൊക്കെയാണ്. ഓക്കെ. ഇതിനകത്ത് 0 ഒക്കെ ഒരുപാട് വന്ന chi-square may not be accurate. So we will do some adjustments. ചിലപ്പോൾ അതിൽ 0.5 എന്ന് വെറുതെ എഴുതി ചേർക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള വല്ല അഡ്ജസ്റ്റ്മെന്റും ആണോ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സാധാരണ അതാണ് ഈ കണ്ടിന്യൂറ്റി കറക്ഷൻ എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുള്ളത്. ഈ കണ്ടിന്യൂറ്റി കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കാണിച്ചേക്കുന്നതാണ്. അതായത് ഇതിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കണ്ടല്ലോ, ഒരു പോയി chi-squareന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലേ. ഈ കണ്ടിന്യൂറ്റി, ഇത് ഈ സ്മൂത്ത് ഡിസ്ട്രിബ്യൂഷൻ ആണോ കണ്ടിന്യൂറ്റി കറക്ഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ? സാധാരണ chi-square ഇങ്ങനെ ഒരു ഇതായിട്ട് കിടക്കും. അതുകൊണ്ടാണ് അവർ അതിനൊരു കറക്ഷൻ പറയുന്നത്. എന്താ ക്രാമേഴ്സ് ഡിയും പിന്നെന്താണ് ക്രാമേഴ്സ് വി? സാധാരണ നമ്മള് chi-square ഇത് എഴുതിയിട്ട് ഇതാണ് chi-squareന്റെ വാല്യൂ, പിന്നെ പി വാല്യൂ, പിന്നെ വി എന്നിട്ടിട്ട് ക്രാമേഴ്സ് വാല്യൂ ആണ്. ഈ ചില പേപ്പറുകളിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ബൈനറി ഡേറ്റ, ഇപ്പൊ ഡേറ്റ SR-നോ അങ്ങനെയുള്ള ബൈനറി ഇതാണെങ്കിൽ 5 സൈ കോഎഫിഷ്യന്റും 3 മുകളിലുള്ളതിന് ക്രാമർ ഇതുമാണ് യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് എന്താണത്, വാട്ട് എക്സാക്ട്ലി ദാറ്റ് മീൻ എന്നുള്ളതൊരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല, അത് കണ്ടുപിടിക്കാം. അത് തിയറി ബേസ്ഡ് എന്തെങ്കിലും ഇതായിരിക്കും, അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരിക്കും. സാർ, ഇത് ആക്ച്വലി
ക്രാമേഴ്സ് വി കാൽക്കുലേറ്റ്, എനിക്ക് സിഗ്നിഫിക്കൻസ് അല്ല, വി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് n വെച്ച് ഡിവൈഡ് ചെയ്യാണ്, സാമ്പിൾ സൈസ് വെച്ചിട്ട്. മറ്റേ 5 നേരെ n വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ. അറിയാമോ? ഇതൊരു കൈ സ്ക്വയർ ബേസ്ഡ് മെഷർ ഓഫ് അസോസിയേഷൻ എന്നല്ലാതെ എനിക്ക് ഒരു എനിവേ ഇറ്റ്സ് എ മെഷർ ഓഫ് അസോസിയേഷൻ അത്ര നോക്കാറുള്ളൂ, കൂടുതലായിട്ട് അങ്ങനെ വായിക്കേണ്ടി വന്നിട്ടില്ല. കൈ സ്ക്വയർ ഒരുപാട് എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യും. അതിപ്പോ ലൈക്ലിഹുഡ് റേഷ്യോന് ഒരുപാട് കൈ സ്ക്വയറുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വല്ലതും ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചില ഡിസ്ട്രിബ്യൂഷൻസ് കറക്റ്റ് അല്ല, അത് എക്സ്പെക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ പോലെ ആണോ എന്ന് അറിയാനും ഒക്കെ കൈ സ്ക്വയർ യൂസ് ചെയ്യണം. അങ്ങനെ വല്ലതും ആണോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ സർ, ഞാനൊരു സാമ്പിൾ പേപ്പർ സെഷൻ കഴിയുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിടാം ഗ്രൂപ്പിൽ. ഒരുപാട് സാധനങ്ങളുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ, ഓരോരുത്തരും ഡിസ്ക്രൈബ് ചെയ്ത പല പല ടെസ്റ്റുകളുണ്ട്. സ്പെഷ്യൽ ഫീൽഡിലുള്ളവർക്ക് മാത്രമേ കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന സാധനം അല്ലെങ്കിൽ അറിയില്ല. ഓക്കെ സർ, ഓക്കെ സർ. ലാസ്റ്റ് പാർട്ട് ഇസ് അനോവ. അനോവ ഇസ് ജസ്റ്റ് an extension of t-test. അതായത് രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നമ്മളെ മീൻ സെയിം ആണോ അല്ലയോ എന്ന് പറയാനുള്ള ഒരു ടെസ്റ്റ് ആണ് അനോവ, അനാലിസിസ് വേരിയൻസ്. അനാലിസിസ് വേരിയൻസ് ആക്ച്വലി അതിൽ ഒരുപാട് എക്സ്റ്റെൻസീവ് വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണ പറയുന്നത് ഇതിന് മാത്രമാണ്. ഈ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ അത് ഒരുപാട് വരുന്നുണ്ട്. എസ്പെഷ്യലി ബയോളജിയിൽ അനോവയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ്, എസ്പെഷ്യലി ലബോറട്ടറി അനിമൽസിനെയൊക്കെ വെച്ചിട്ട്. അതിൽ കാരണം അതിൽ റെപ്ലിക്കേഷൻസ് ഒക്കെ വരും. ഇപ്പോൾ ഒരു അനിമലിൽ തന്നെ മൂന്ന് സാമ്പിൾ എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ റിലേറ്റ്, ഇറ്റ്സ് നോട്ട് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഉണ്ടോ ഇല്ലയോ, എത്ര റെപ്ലിക്കേഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അതിൽ ബിൽറ്റ് ഇൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് അതൊരു എക്സ്റ്റെൻസീവ് ഫീൽഡാണ്. സാധാരണ നമ്മൾ പറയുന്നത് അത്രേ ഉള്ളൂ. അനോവ മീൻസ് യൂഷ്വലി രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പ്സ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ ബ്രോഡായിട്ട് പറയാം. അപ്പോൾ അതൊരു എക്സ്റ്റെൻഡഡ് ടി ടെസ്റ്റ് പോലെയാണ്. ഓർ ഇൻ അതർ വേർഡ്സ്, ടി ടെസ്റ്റ് ഇസ് എ restricted ANOVA where there are only 2 groups, അങ്ങനെയും പറയാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നോക്കുന്ന ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പാർട്ടി ID. പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കക്കാരുടെ പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി ID വെച്ചിട്ട് ഏജുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഇതിൻ്റെ ബോക്സ് പ്ലോട്ടാണ്. അപ്പോൾ ഡെമോക്രാറ്റ്, റിപ്പബ്ലിക്കൻ, അതുകൂടാതെ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. പിന്നെ അതർ, അത് ഇതിലൊന്നും പെടാത്തവർ. അവരുടെയൊക്കെ ഏജ് വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല, എന്നാലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സോ ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് എന്നുള്ള. അപ്പോൾ ഈ അനോവയിലെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം സെയിം മീൻ ആണ് എന്നുള്ളതാണ് അനോവയുടെ നൾ ഹൈപ്പോത്തസിസ്. അപ്പം അതിൽ നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് വി നീഡ് ടു കാൽക്കുലേറ്റ് എഫ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പം നമ്മുടെ ഈ പർട്ടിക്കുലർ ഡാറ്റയുടെ എഫ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളത് എസ്റ്റിമേറ്റഡ് എഫ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാണ്. വേണമെങ്കിൽ നമുക്ക് എത്രയാണെന്ന് വേണമെങ്കിൽ നോക്കാം. 2.484 ആണ് കിട്ടിയത്. ഇനി അത് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ സെയിം പാറ്റേൺ ആണ്. സ്പെസിഫൈ ഏജ് ഡിപെൻഡന്റ് ഓൺ പാർട്ടി ID, hypothesize null equals independence, generate 1000 replications, type permute again, calculate statistic. അവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. സ്റ്റാറ്റ് എഫ് ആണ്, അതിനെ നമ്മൾ നൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഇവിടെ കിട്ടിയത് കുറച്ച് എക്സ്ട്രീം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ലെറ്റ് us see the p value, actual p value 0.047, which is just below 0.05. So which means it is significant, and we have a confidence interval 0.09 to 2.9, so which is both on one side of 0, which means the difference is
Actually, I don't know what this is about, but looks like it may be the least difference. So there is a difference. That is all we are looking at now. So the F distribution or skewed distribution. It is on, so you don't get a symmetrical shape. It is like this. And here is the red line showing our own calculated F statistic. And this is the p-value in the probability and area and beyond this line. And that is equivalent to 0.047 or just below 0.05. So we know that these 4 means are not the same. Of course, the next question is which mean is different from which. അതിന് നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം ടി ടെസ്റ്റ് വെച്ച്. പക്ഷെ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ട്. അത് ഇതിൽ വന്നിട്ടില്ല, ഇൻഫറിൽ അത് വന്നിട്ടില്ല. ബട്ട് വി ക്യാൻ റഫ്ലി വാട്ട് വി ക്യാൻ ഡു ഇസ് ഇഫ് ദർ ആർ 3 കമ്പാരിസൺസ് 0.05നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ അത്രയും ലെവലിൽ സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ടി ടെസ്റ്റ് വെച്ച്. അതാണ് സാധാരണ ചെയ്യുക. അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ബോൺഫെറോണി ടു കീസ് അതായത് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റാറ്റിസ്റ്റിക്സിൽ കുറേ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഇൻ ഇൻഫർ. അത് പിന്നീട് ഇതൊരു പുതിയ പാക്കേജാണ്. ഇനി എപ്പോഴെങ്കിലും അവർ കൊണ്ടുവരുമോയെന്ന് അറിയില്ല. സോ ദീസ് ആർ സം ഓഫ് ദ തിങ്സ് യു ക്യാൻ ഡു ഇൻ ഇൻഫർ. ഇത്രയും ഞാൻ ഇന്ന് എഴുതിയുള്ളൂ ബിക്കോസ് ഓഫ് മൈ പ്രോബ്ലംസ് ഓഫ് ദ കമ്പ്യൂട്ടർ. സോ generally, I think, I don't know, I just wanted to convey the idea of how statistical inference proceeds. Basically, it is like you assume a distribution under the null hypothesis. എന്താണോ അതനുസരിച്ച് ഒരു ഡിസ്ട്രിബ്യൂഷൻ കൺസീവ് ചെയ്തിട്ട് അക്കോർഡിംഗ് ടു അവർ സാമ്പിൾ സൈസ് ഓൾസോ. എന്നിട്ട് നമ്മൾ കാണുന്ന ഡാറ്റ പോയിന്റ് വാട്ട് എവർ ഇസ് ദ സ്റ്റാറ്റിസ്റ്റിക് ദാറ്റ് വി ആർ കാൽക്കുലേറ്റിംഗ്, അത് ഈ ഡിസ്ട്രിബ്യൂഷൻ അകത്ത് വരുമോ അതോ അതിൻ്റെ പുറത്താണോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീമിലാണോ എന്നുള്ള ഒരു കമ്പാരിസൺ ആണ് ബേസിക്കലി ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. അതാണ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ടു കൺവേ. സോ ദിസ് ആക്ച്വലി ദ ഐഡിയ ഇസ് നോട്ട് വെരി കോംപ്ലിക്കേറ്റഡ്. പക്ഷേ നമ്മളത് കുറച്ച് അത് മനസ്സിരുത്തി ആലോചിച്ചാലേ അത് പിടികിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് എന്തൊക്കെ പറയുന്നു ഈ വാല്യൂ മറ്റേത് മറിച്ചത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്നൊക്കെ തോന്നും. ജനറലി ഇറ്റ് ഈസ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് ഐഡിയ. എസ്പെഷ്യലി ഈ സിമുലേഷൻ വരുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇൻഫർ പാക്കേജ് യൂസ് ചെയ്തത്. ആക്ച്വലി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഇൻഫറിൻ്റെ ആവശ്യമില്ല. there are so many other tests in R which I will show you next class. ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യാനായിട്ടുള്ള നോർമൽ രീതിയിൽ ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഞാൻ എടുത്താണ്. I think we had discussed it at one class. So this is what I have to say today. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, കഴിഞ്ഞ ക്ലാസ്സിലെ കോൺഫിഡൻസ് ഇന്റർവെല്ലിന്റെ കോൺഫിഡൻസ് ഇന്റർവെല്ലിന്റെ ഞാൻ മനസ്സിലാക്കിയത്, ഞാനത് വായിച്ചു നോക്കി. അതായത് ഇതിന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇന്റർവെല്ലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ളതാണ്. അതിൽ സാധാരണ സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് സാധാരണ ആളുകൾ പറയാനും ടെൻഡൻസി ഉണ്ട്. ദാറ്റ് ഇസ് 95% ചാൻസ് ദാറ്റ് ദ ട്രൂ മീൻ ഇസ് വിതിൻ ദീസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ട്രൂ മീനിന് അങ്ങനെ ഒരു പ്രോബിലിറ്റി അസൈൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ഓൺലി ട്രൂ മീൻ ഇസ് അറ്റ് വൺ പ്ലേസ്. പക്ഷെ അതേ സമയത്ത് there is a 95% chance that this interval will cover the true mean എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. So it's a small question of semantics. So കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് ഈ true mean in the population is fixed and cannot move or cannot say that it has a chance of 95% of being here. അങ്ങനെ പറയുന്നത് ശരിയല്ല. That is what I understand anyway. Okay sir, thanks. Okay. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ
ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇപ്പോൾ പ്ലാൻ ചെയ്യാം. വി ഹാവ് സം ടൈം. എന്തേലും